ഹായ്. മെയിൽ മോഡൽസും ഫീമെയിൽ മോഡൽസും ഒരു ഷൂട്ടിന് പോകുന്ന സമയത്ത് എസെൻഷ്യൽ ആയിട്ട് എന്തൊക്കെ ക്യാരി ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഫാഷൻ ഷോയ്ക്കോ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ഷൂട്ടിനോ അല്ലെങ്കിൽ വല്ല കൊമേഴ്ഷ്യൽ ഷൂട്ടിനോ പോകുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ നമുക്ക് ക്ലയൻറ്റ് തരുന്ന ഷൂ നമ്മളുടെ സൈസ് മാച്ച് ആയിരിക്കില്ല. ചിലപ്പോൾ അത് ഓവർ ടൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് ലൂസ് ആയിരിക്കാം. നമ്മൾ ക്യാരി ചെയ്ത ഷൂ ക്ലയൻറ്റിനെ കാണിക്കാം. അവരത് കൺഫേം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഓൺ ഷൂ തന്നെ വെയർ ചെയ്യാവുന്നതാണ്. നമുക്ക് ക്ലയൻറ്റ് തരുന്ന ഷൂ ഓവർ ടൈറ്റ് ആണെങ്കിൽ വളരെ പെയിൻഫുൾ ആയിരിക്കാം. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ആ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ചെറിയ മേക്കപ്പ് കിറ്റ് നമ്മൾ ക്യാരി ചെയ്യുക. പലപ്പോഴും നമ്മൾ ഷൂട്ടിന് ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ അവർ മറ്റ് മോഡൽസിനെ ഒരുക്കുന്നതിൽ ബിസി ആയിരിക്കും. ചിലപ്പോഴൊക്കെ എനിക്ക് തന്നെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. ചിലപ്പോൾ നമുക്ക് ഒരു ഷോയ്ക്ക് പങ്കെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചിലപ്പോൾ മേക്കപ്പ് അവരെ കൊണ്ട് ചെയ്തു തരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓൾറെഡി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ കൂടുതൽ നമുക്ക് മേക്കപ്പിന് വേണ്ടിയിട്ട് അവിടെ സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടില്ല. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ഒരു ചെറിയ മേക്കപ്പ് കിറ്റ് ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡിസൈനേഴ്സ് ഒരിക്കലും അവരുടെ ഡ്രസ്സിൽ ഒരു ബാഡ് സ്മെല്ലോ സ്വെറ്റോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്ന് വിചാരിച്ച് നമ്മളൊരു സ്പ്രേ കൊണ്ടുപോയിട്ട് ഡിസൈനർ ക്ലോത്തിൻ്റെ മേലെ അടിക്കരുത്. അതിൽ മാർക്ക് വരും, സ്റ്റെയിൻസ് വരുത്തും, അല്ലെങ്കിൽ ആ ക്ലോത്ത് ഡാമേജ് ചെയ്യും. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമ്മളൊരു മൈൽഡ് ആയിട്ടുള്ള ഡിയോഡോറൻസ് ക്യാരി ചെയ്യുക. അതായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മേക്കപ്പ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സ്വെറ്റ് ആവാനും ഓയിലി സ്കിൻ ആവാനും സാധ്യതയുണ്ട്. ഇത് നമുക്ക് ബ്ലോട്ടിംഗ് പേപ്പർ യൂസ് ചെയ്തുകൊണ്ട് ഓയിലും സ്വെറ്റും റിമൂവ് ചെയ്യാവുന്നതാണ്. ബ്ലോട്ടിംഗ് പേപ്പർ യൂസ് ചെയ്തുകൊണ്ട് മേക്കപ്പ് സ്പോയിൽ ആവാതെ തന്നെ നമുക്ക് ഇത് റിമൂവ് ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റുഡിയോ ലൈറ്റ് കാരണം ഹെഡ് ഏക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഒരു ചെറിയ ടാബ്ലറ്റ് കരുതുന്നത് നല്ലതായിരിക്കും. മെയിൽ മോഡൽസും ഫീമെയിൽ മോഡൽസും ഷൂട്ടിന് പോകുന്ന സമയത്ത് മസ്റ്റായിട്ട് ക്യാരി ചെയ്യേണ്ട എസെൻഷ്യൽസ് ഇതൊക്കെയാണ്. കൂടുതൽ മോഡലിംഗ് ടിപ്സുമായി വീണ്ടും കാണാം.